ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻസിങ് ഡിസിഷൻ ഓഫ് എ ഫാമാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. ഇതിൽ ഈ ഒരു മൊഡ്യൂളാണ് ലാസ്റ്റ്. ഇതിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ 3 പോർഷൻസ് ഇതിൽ കവർ ആവുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ സ്റ്റാക്കിങ്, അടുത്തത് ലെവറേജ് അനാലിസിസ്, അടുത്തത് ഡിവിഡൻഡ് ഡിസിഷൻസ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ആദ്യം തന്നെ അതിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ അതിന് ഓരോ അപ്രോച്ചും കാര്യങ്ങളുണ്ട്. അതുപോലെ ലെവറേജ് അനാലിസിസ്, 3 ടൈപ്പ് ഓഫ് ലെവറേജസ് ഉണ്ട്, അതും അതിൻ്റെ ഇക്വേഷൻസും അത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻസ്, ഡിവിഡൻഡ് എത്ര വെച്ചിട്ട് പേ ചെയ്യണം, അതുപോലെ തന്നെ ഏർണിങ്സ് എത്ര കിട്ടുന്ന സമയത്ത് നമുക്ക് എത്ര വെച്ചിട്ട് റിട്ടേൺ ചെയ്യണം, അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡിവിഡൻറ്റിൻ്റെ പോളിസീസൊക്കെ എന്താണ് ഒപ്റ്റിമൽ പോളിസീസ് അതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ള ഒരു പാർട്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ സ്റ്റാക്കിങ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനാണെങ്കിലും ലോങ് ടേം റിക്വയർമെൻറ്റ്സിനാണെങ്കിലും ഫണ്ട് ആവശ്യമുണ്ട് ഫേംസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആണെങ്കിലും പല സോഴ്സസിൽ നിന്ന് വേണം അത് ഫണ്ട്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേരിയസ് സോഴ്സസിൽ നിന്ന് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഫേം, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ കുറച്ച് അപ്രോച്ചസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ചാണ്. ഓക്കെ, നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം EBT പറയും, ഏർണിങ്സ് ബിഫോർ ടാക്സ്. അതായത് നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. വാല്യൂ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അതായത് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വിറ്റി നമ്മൾ എന്തിൻ്റെ ബേസിൽ എടുക്കുന്നത്? നെറ്റ് ഇൻകത്തിൻ്റെ ബേസിൽ. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ KE ആണ് ഇക്വിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KD. അതായത് KE ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൊഡ്യൂളിൽ പഠിച്ചായിരുന്നു. KD എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഡിബെഞ്ചർ, അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇക്വിറ്റി. ഇനി വാല്യൂ ഓഫ് ഫേമിൻ്റെ ഇക്വേഷൻ, വാല്യൂ ഓഫ് ഫേമിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ KO. KO എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് KW അല്ല വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, KO ആണ്. ഇതൊരു തവണ MCQന് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്ന് ചോദിച്ചിട്ട്. സോ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ആകുന്ന സമയത്ത് നമ്മളത് W ആയിരിക്കും, പക്ഷെ അതല്ല, KO ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, അതുപോലെ തന്നെ നെറ്റ് ഇൻകം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മളെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ K0 ഈക്വൽ ടു നെറ്റ് ഇൻകം ഏതാണ്? EBT, ഏർണിങ്സ് ബിഫോർ ടാക്സ്, KE പ്ലസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ KD. ഓക്കെ, ഇതാണ് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, നെറ്റ് ഇൻകം അപ്രോച്ച്. ഇനി അടുത്ത അപ്രോച്ചാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EBIT ഡിവൈഡഡ് ബൈ K0 ആണ്. നമുക്കിതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദ ഫേം, അതായത് എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുക്കാം. അതാണ് നമ്മുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഇതേ സെയിം അപ്രോച്ച് തന്നെയാണ് മോഡിഗ്ലാനി മില്ലർ അപ്രോച്ചിനുള്ളത്. മോഡിഗ്ലാനി മില്ലർ
അതായത് ഹൈപ്പോത്തസിസ് എന്നും പറയും ഇതിന്. സെയിം തന്നെ KO = EBIT ഡിവൈഡഡ് ബൈ VM. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. സിമ്പിളാണ്. ഇത് വെച്ച് നമുക്ക് 2-3 പ്രോബ്ലംസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവറേജ് അനാലിസിസിലേക്ക് പോവാം. ഓക്കെ, 2015 December ഒരു ക്വസ്റ്റനാണ്. എ കമ്പനി ഹാസ് ഏർണിംഗ്സ് ഓഫ് 5 lakh. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി ഹാസ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ വിച്ച് ഡെപ്റ്റ് ഓഫ് 8 lakh ഇസ് ബോറോഡ് അറ്റ് 10%. അതായത് കമ്പനിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെപ്റ്റും ഇക്വിറ്റിയാണ്. അതിൽ ഡെപ്റ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അറ്റ് ഇൻട്രസ്റ്റ് 10%. ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് കറൻറ്റ്ലി 12.5%. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതായത് KE ആണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ ദ നെറ്റ് ഇൻകം അപ്രോച്ച്. നമ്മളോട് ഏത് അപ്രോച്ച് വെച്ചിട്ടാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ അപ്രോച്ച് വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇഗ്നോർ ടാക്സസ്, ടേക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് അറ്റ് പാർ. അതുപോലെ തന്നെ ഡെപ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ പാറായിട്ട് കൺസിഡർ ചെയ്യാനായി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? വാല്യൂ ഓഫ് ദ ഫേമും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും, അതായത് വിയും കെ നോട്ടും. ഇനി നമുക്കിവിടെ എന്ത് അപ്രോച്ചാണ്? നെറ്റ് ഇൻകം അപ്രോച്ചാണ്. നെറ്റ് ഇൻകം അപ്രോച്ച് ഏതാണ്? വാല്യൂ ഓഫ് ഡെപ്റ്റ് നമ്മുടെ ഫസ്റ്റ് അപ്രോച്ച്. വാല്യൂ ഓഫ് ഫേം = വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയുടെ ഏർണിങ്സ് 5 lakh തന്നിട്ടുണ്ട്. ഈ ഏർണിംഗ് എന്ന് പറയുന്നത് ഏതാണ്? EBIT ആണ് നമ്മുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്, 5 lakh. ഇതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? EBT കിട്ടും. ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ഓഫ് 8 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 80,000 കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് EBT കിട്ടും. 5 lakh minus 80,000 is 4,20,000. ഇനി നമുക്ക് EBT കിട്ടി. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കും? ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ ഇക്വിറ്റി തന്നിട്ടുണ്ട്. നമ്മുടെ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. അതിൽ വാല്യൂ ഓഫ് ഡെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? EBT divided by KE. So EBT 4,20,000 divided by KE എത്രയാണ്? 12.5%. Okay. $33,60,000 is value of equity. ഇത് വെച്ചിട്ട് വാല്യൂ ഓഫ് ഫേം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വാല്യൂ ഓഫ് ഫേം = വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. Value of equity is 33,60,000. Value of debt 8 lakh. So total എത്ര വരും? 41,60,000 വന്നു. നമുക്ക് എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ പാടില്ല. അതായത് KO നോട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? EBIT divided by value of the firm. EBIT എത്രയാണ്? 5 lakh divided by value of the firm of 41,60,000. So 5 lakh divided by 41,60,000. 12.02%. Okay. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. സിമ്പിളാണ്. ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. Companies XYZ Limited have the following informations with a common expectations of 50% return on investment. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 50% ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് 3 കമ്പനീസ് X ലിമിറ്റഡ്, Y ലിമിറ്റഡ് ആൻഡ് Z ലിമിറ്റഡ്. അതിൻ്റെ EBIT തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ട്, ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? Find the value of each firm and the value per equity share for each firm under the Modigliani-Miller approach for each of the following situations. Assuming there are no taxes, assuming 50% tax rate. ടാക്സ് റേറ്റ് എത്ര എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 50% ടാക്സ് റേറ്റ് എടുക്കാം, അസ്യൂം ചെയ്യാം. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫേമിൻ്റെ വാല്യൂ പെർ ഇക്വിറ്റി ഷെയർ. ഓക്കെ, പെർ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എത്രയാണ് നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണെന്ന് ഉണ്ടാലാണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പെർ ഷെയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്, നമ്മൾ അസ്യൂമിങ് നോ ടാക്സസ് അസ്യൂം ചെയ്തിട്ട് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിലാണ് 50% ടാക്സ് റേറ്റ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ EBIT നമുക്ക് തന്നിട്ടുണ്ട്. EBIT എത്രയാണ്? 20 ലാക്ക്. എല്ലാത്തിൻ്റെയും 20 ലാക്ക് തന്നെയാണ്. ഇനി ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. സോ ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് ഇല്ല, ഡിബെഞ്ചേഴ്സ് അവിടെ ഇല്ല, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. ഇനി അടുത്ത സെക്കൻഡ് കേസിൽ 50 ലാക്കിൻ്റെ 12%, 1,80,000. അടുത്തത് 18 ലാക്കിൻ്റെ 12%, 2,16,000. നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും. ഇവിടെ 20 ലാക്ക് തന്നെ വരും. 20 ലാക്ക് മൈനസ് 1,80,000, 18 ലാക്ക് 20,000, 20 ലാക്ക് മൈനസ് 2,16,000, 17,84,000. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് വാല്യൂ ഓഫ് ദ ഫോമും പിന്നെ അതുപോലെ പെർ ഷെയറിൻ്റെ ഇത് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ എന്താണ്, 50% ടാക്സ് റേറ്റ് അസ്യൂം ചെയ്തിട്ടുള്ള കേസ് നമ്മളിത് ചെയ്യണം. 50% ടാക്സ് റേറ്റ് അസ്യൂം ചെയ്തിട്ടുള്ള കേസ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ടാക്സ് റേറ്റ് എത്ര വരും? 50%. 20 ലാക്കിൻ്റെ 50% 10 ലാക്ക്, 18 ലാക്ക് 20,000, 50% 9 ലാക്ക് 10,000, 17 ലാക്ക് 84,000ൻ്റെ 50%, 8 ലാക്ക് 92,000. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. 10 ലാക്ക്. ഇവിടെ എത്ര തന്നെ വരും? സെയിം തന്നെ വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ ഓഫ് ദ ഫോം കണ്ടുപിടിക്കണം. പെർ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. വാല്യൂ ഓഫ് ദ ഫോം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ആകെ തന്നിരിക്കുന്നത് എന്താണ്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 50% ടാക്സ് റേറ്റിലുള്ളത് നമ്മൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരെ കണ്ടുപിടിച്ചു. നമുക്ക് ഇതിൽ നിന്ന് വാല്യൂ ഓഫ് ദ ഫോമും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. അതിന് മുൻപ് നമുക്ക് ടാക്സസ് ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് വാല്യൂ ഓഫ് ദ ഫോം കണ്ടുപിടിക്കാം. കാരണം എങ്ങനെയാണ്? വാല്യൂ ഓഫ് ദ ഫോം, വാല്യൂ ഓഫ് ഇക്വിറ്റി EBIT ഡിവൈഡഡ് ബൈ KE ആൻഡ് ഡെപ്റ്റ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അത് നെറ്റ് ഇൻകം അപ്രോച്ചാണ്. ഇവിടെ നമ്മളോട് ഏത് ഇത് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്? മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച്. മോഡിഗ്ലാനി മില്ലർ അപ്രോച്ച് ഏതാണ്? KO ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ VA. ആ ഒരു എന്താണ് ഇക്വേഷൻ മാത്രമാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോ ടാക്സസിൻ്റെ കേസിൽ EBIT നമുക്ക് തന്നിട്ടുണ്ട്. EBIT എല്ലായിടത്തും 20 ലാക്കാണല്ലോ. നമുക്കിവിടെ എന്താ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? KO ആണ്. അതായത് നമ്മുടെ റിട്ടേൺ ഓൺ നമ്മുടെ ബിസിനസ്സിൽ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്യാപിറ്റൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് വാല്യൂ ഓഫ് ദ ഫോം കണ്ടുപിടിക്കാം. അതായത് വാല്യൂ ഓഫ് ദ ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? EBIT ഡിവൈഡഡ് ബൈ K0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ EBIT നമുക്കറിയാം, K0 എത്രയാണെന്നറിയാം, 50% എന്നറിയാം. സെയിം എല്ലായിടത്തും എന്ത് തന്നെ വരും? 20 ലാക്ക് ഡിവൈഡ് ബൈ 50%. 1 crore 33,333. അത് തന്നെ എന്താണ്? എല്ലായിടത്തും വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് വാല്യൂ ഓഫ് ദ ഫോം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? വാല്യൂ ഓഫ് ദ ഡെപ്റ്റും വാല്യൂ ഓഫ് ഇക്വിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യും. ഇതിന് വാല്യൂ ഓഫ് ദ ഡെപ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? ഫസ്റ്റ് കേസിലില്ല, സെക്കൻഡ് കേസിൽ 15 ലാക്ക്, തേർഡ് കേസിൽ 18 ലാക്ക്. ഇവിടെ വാല്യൂ ഓഫ് ദ ഫോം എന്ന് പറയുന്നതാണ് വാല്യൂ ഓഫ് ഡെപ്റ്റ്.
പ്ലസ് വാല്യൂ ഓഫ് ഇക്വിറ്റി. അതിൽ വാല്യൂ ഓഫ് ദ ഫോം നമുക്ക് കിട്ടി, വാല്യൂ ഓഫ് ഡെപ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. ഫസ്റ്റ് കമ്പനിയുടെ 1,33,33,333 എന്ന് വരും. നെക്സ്റ്റ് കേസിൽ 1,18,33,333. ഇനി അടുത്തതിൽ 1,15,33,333. നമ്മുടെ വാല്യൂ ഓഫ് ദ ഇക്വിറ്റി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? അതായത് നമ്മുടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്കറിയാം, പെർ ഇക്വിറ്റി ഷെയറിനുള്ള വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് വാല്യൂ ഓഫ് ടോട്ടൽ ഇക്വിറ്റി കിട്ടി, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെർ ഇക്വിറ്റി ഷെയറിനുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 30,000, 2,50,000, ഇതിനടുത്തതും 2,50,000. വാല്യൂ ഓഫ് ഇക്വിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാല്യൂ പെർ ഇക്വിറ്റി ഷെയർ. ഓക്കെ, ഫസ്റ്റത്തേൻ്റെ 1,33 lakh. 1,33 lakh 33,333 divided by 30,000, 44.4. ഇത് 3 lakh ആയിരുന്നേ. 44.44. അടുത്തത് എത്രയാണ്? 1,18,33,333 ഡിവൈഡഡ് ബൈ 2,50,000. സോ അടുത്തത് 47.33. അടുത്തത് ഇതുപോലെ 46.13 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂ പെർ ഇക്വിറ്റി ഷെയർ. സിമ്പിളാണ് ഈ ഒരു മൊഡ്യൂൾ. ഇനി അടുത്തത് നമുക്ക് എഴുതാം ലെവറേജ് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തത് നമുക്ക് 3 ടൈപ്പ് ഓഫ് ലെവറേജസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ്, then degree of combined leverage, then degree of financial leverage. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഇക്വേഷൻസ് അതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT, earnings before interest and tax. ഈ കമ്പൈൻഡ് ലെവറേജ് കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ earnings before tax. അടുത്തത് ഫിനാൻഷ്യൽ ലെവറേജ് കണ്ടുപിടിക്കാനായിട്ട് earnings before interest and tax ഡിവൈഡഡ് ബൈ earnings before tax. ഓക്കെ, ഇതാണ് ലെവറേജിൻ്റെ 3 ഇക്വേഷൻസ്. ഇനി നമുക്ക് ഓരോ കമ്പനിയിലും റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഏത് കമ്പനിയാണ് റിസ്ക് എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ വരുന്ന കേസിൽ ഇപ്പോൾ ലെവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ഫിനാൻഷ്യൽ ലെവറേജ് ആണ്, ഓപ്പറേറ്റിംഗ് ലെവറേജ്, ഏത് ലെവറേജ് ആണോ റിസ്ക് കൂടുതലെന്ന് ചോദിക്കുകയാണെങ്കിൽ ലെവറേജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റിസ്ക്കും എന്താണ് കൂടും. ലെവറേജ് കുറയുമ്പോൾ റിസ്ക്കും കുറയും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. Okay, first question. The following details relating to the company are given. Sales തന്നിട്ടുണ്ട് 1 lakh units, variable cost per unitന്, fixed cost including interest per annum. എന്താണ് ആനുവലി എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് തന്നിരിക്കുന്നത്. ദെൻ PV ratio 10% ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർസ്, കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്. നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് ലെവലും ഫിനാൻഷ്യൽ ലെവറേജും കമ്പൈൻഡ് ലെവറേജും പിന്നെ പെർ ഷെയറിന് ഏർണിങ്സ് പെർ ഷെയറും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനാദ്യം തന്നെ നമുക്ക് എന്ത് വേണം? ഓപ്പറേറ്റിംഗ് ലെവറേജ്, ഫിനാൻഷ്യൽ ലെവറേജ്, അതിൻ്റെ ഇക്വേഷൻസ് എന്താണ്? EBIT, കോൺട്രിബ്യൂഷൻ ആവശ്യമുണ്ട്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആവശ്യമുണ്ട്, ഏർണിങ്സ് ബിഫോർ ടാക്സ് ആവശ്യമുണ്ട്. സോ അത് വെച്ച് നമ്മൾ എന്താ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഓക്കെ, സോ ഏർണിങ്സ് ഫസ്റ്റ് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസിൻ്റെ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്.
പക്ഷെ നമുക്ക് സെയിൽസിൻ്റെ എന്ത് തന്നിട്ടില്ല, റേറ്റ് തന്നിട്ടില്ല. പകരം ഇവിടെ നമുക്ക് വേറെ എന്ത് തന്നിട്ടുണ്ട്, പി വി റേഷ്യോ തന്നിട്ടുണ്ട്. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോയാണ് പി വി റേഷ്യോ. 25%. അതായത് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സെയിൽസ് ഇൻറ്റു 25% ആണ് എന്ത് വരുന്നത്, കോൺട്രിബ്യൂഷൻ വരുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ തന്നിരിക്കുന്നത് എന്താണ്, വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. സെയിലും തന്നിട്ടില്ല, കോൺട്രിബ്യൂഷനും തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വേറൊരു കാര്യം ചെയ്യണം. അതായത് ഇപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ സെയിൽസ് തന്നെ, അത് ഈക്വൽ ടു 25% എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു 25% ഓഫ് സെയിൽസ്. ഇനി നമ്മൾ സെയിൽസ് ഇത് ഈക്വൽ ആണ് 25% ബ്രേക്ക് ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലെഫ്റ്റ് സൈഡിലേക്ക് 25% ഓഫ് സെയിൽസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്. ഇനി 100 മൈനസ് 25% എത്രയാണ് വരുന്നത്, 75% ഓഫ് സെയിൽസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്. അതായത് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിൽസിൻ്റെ 75% ആണ്. നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ 75% ആയിരിക്കും നമ്മുടെ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിന് തന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ എടുക്കണം. അതായത് വേരിയബിൾ കോസ്റ്റ് 1 lakh ഇൻറ്റു 90 എത്ര വരും, 90 lakh ഡിവൈഡഡ് ബൈ 75%, 1,20 lakh. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, സെയിൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് വെച്ചിട്ട് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് നമുക്കാകെ സെയിൽസ് കിട്ടി എത്രയാണല്ലോ, 1,20 lakh. നമുക്ക് ഇൻ ലാക്സിൽ റിപ്പീറ്റ് എടുക്കാം, പിൻ ലാക്സ്. ഓക്കെ, 120 lakh. ഇനി അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 90 lakhs മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷൻ എത്രയാണ്, 30 lakh. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, 18 lakh. 18 lakh മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, പ്രോഫിറ്റ് 12 lakh പ്രോഫിറ്റ് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മൈനസ് ചെയ്യണം, അതായത് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ടില്ല, ടാക്സ് മൈനസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എല്ലാം കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. പക്ഷെ നമുക്കിവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഓപ്പറേറ്റിംഗ് ലെവറേജ്, ഫിനാൻഷ്യൽ ലെവറേജ്, അതുപോലെ തന്നെ കമ്പൈൻഡ് ലെവറേജും ഏർണിങ്സ് പെർ ഷെയറും കണ്ടുപിടിക്കണം. പെർ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഏർണിങ്സ് ആഫ്റ്റർ പ്രോഫിറ്റ്, അതായത് ഏർണിങ്സ് ആഫ്റ്റർ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എല്ലാം കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ഡിബഞ്ചേഴ്സ് 30 lakh. 30 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 3 lakh. സോ ഏർണിങ്സ് ബിഫോർ ടാക്സ് 9 lakh. ഇനി ഏർണിങ്സ് ബിഫോർ ടാക്സിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും, ടാക്സ് റേറ്റ് മൈനസ് ചെയ്യും. ടാക്സ് റേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 30%. 9ൻ്റെ 30% 2.7 lakh. 6.3 lakh. അതായത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് 6.3 lakh. ഓക്കെ, നമുക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി എന്താണ്, അതായത് നമുക്കിവിടെ ഫിക്സ്ഡ് കോസ്റ്റ് തന്ന സമയത്ത് അതിൽ ഇൻട്രസ്റ്റ് പെർ ആനം ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് വന്നത്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൾറെഡി ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമുക്ക് 3 lakh ഇവിടെ നിന്നും കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമായിട്ട് കിട്ടണം, എന്നിട്ട് വേണം ഇതിന് മൈനസ് ചെയ്യാനായിട്ട്. അപ്പോൾ 18 lakhൽ നിന്ന് 3 lakh മൈനസ് ചെയ്യുമ്പോൾ 50 lakh ആണ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അത് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ എന്ത് വരും, 15 lakh. $15 lakh 3 lakh മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 12 lakh. ഈ 12ൻ്റെ 30%.
3.6 lakh, 8.4 lakh. അതാണ് നമ്മുടെ എന്ത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. സോ ഇവിടെ എത്രയാണ് കോൺട്രിബ്യൂഷൻ? 30 lakh ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 15 lakh. സോ 30 ഡിവൈഡ് ബൈ 15 എത്രയാണ്? 2. ഇനി ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലെവറേജ് കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 30 lakh തന്നെ, EBT 12 lakh. 30 ഡിവൈഡഡ് ബൈ 12 2.5. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ്, അതായത് EBIT ഡിവൈഡഡ് ബൈ EBT. EBIT എത്രയാണ്? 15 lakh ഡിവൈഡഡ് ബൈ 12 lakh 1.25. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കണം. ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്ക് എത്രയായിട്ട്? 8.4 lakh. 8,40,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണുള്ളത്? അതായത് ഇക്വിറ്റി ഷെയർസ് 40 lakh, ഫേസ് വാല്യൂ 10. അപ്പോൾ 40 lakh ഡിവൈഡ് ബൈ 10 എത്ര വരും? 4 lakh ആണ് ഷെയർസ്. 4 lakh 2.1 പെർ ഷെയറിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനൊക്കെ വരാം. നമ്മൾ നല്ലപോലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വായിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, 2021 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് RIUP ലിമിറ്റഡ് ആസ് ഓൺ March 31, 2021 ഇസ് ഫോളോസ്. ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അതിൽ എക്വിറ്റി ഷെയർസ് 1,20,000. അപ്പോൾ അതിൻ്റെ ഷെയർസ് എത്ര വരും? 12,000 ഷെയർസ്. ഇനി അതർ ഇക്വിറ്റിൻ്റെ ലോങ് ടേം ഡെപ്റ്റ്, കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ദ കമ്പനീസ് ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് 3. ഇറ്റ്സ് ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആർ 2 lakh. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 2 lakh. അപ്പോൾ എത്രയാണ് ഫിക്സ്ഡ് കോസ്റ്റ്? അത് വേരിയബിൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 40%. ഏതിൻ്റെ 40% ആയിരിക്കും? ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആർ 2 lakh ആൻഡ് വേരിയബിൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ 40%. ഓക്കെ, വേറെ ഇതിൻ്റെ തന്നിട്ടില്ല. അതായത് സെയിൽസിൻ്റെ ആയിരിക്കും. അപ്പോൾ 40%. ഈ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് 35%. ബേസ്ഡ് ഓൺ ദ അബവ് ഇൻഫർമേഷൻസ് യു ആർ റിക്വയർഡ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓപ്പറേറ്റിംഗ് ലെവറേജ്, അതുപോലെ ഫിനാൻഷ്യൽ ലെവറേജ്, കമ്പൈൻഡ് ലെവറേജ്, 3 ലെവറേജും കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ലൈക്ലി ലെവൽ ഓഫ് EBIT ഇഫ് EPS ഇസ് 3? അതായത് ഏർണിങ്സ് പെർ ഷെയർ 3 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് 3 കണ്ടുപിടിക്കാം. ഇത് 3 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സെയിൽ വേണം, കോൺട്രിബ്യൂഷൻ വേണം, വേരിയബിൾ കോസ്റ്റ് വേണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് കമ്പനീസ് ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ റേഷ്യോ അനാലിസിസിൽ കമ്പനീസ് ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ പഠിച്ചത്? ടോട്ടൽ അസറ്റ് ടേൺ ഓവറിൻ്റെ റേഷ്യോ ബേസിൽ വരുന്ന സമയത്ത് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ആണ് ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെയിൽ കണ്ടുപിടിക്കാം. ഇനി അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, റേഷ്യോ, അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. സോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് അസറ്റ്സ്, ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 3. നമുക്ക് നെറ്റ് സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് 3 ഇൻറ്റു ടോട്ടൽ അസറ്റ്സ് ആണ്. അതായത് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അസറ്റ് പ്ലസ് ഫിക്സ്ഡ് അസറ്റ്സ്, നമ്മുടെ അസറ്റ് സൈഡ് മുഴുവനും. അതാണ് നമ്മുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. സോ 4 lakh. അപ്പോൾ 3 ഇൻറ്റു 4 lakh 12 lakh ഇസ് ദ നെറ്റ് സെയിൽസ്.
ഇനി നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സെയിൽസ് എത്രയാണ്? 12 lakh. ഇതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 40% വേരിയബിൾ കോസ്റ്റ്. 12 lakhൻ്റെ 40%. $4,80,000 നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. $7,20,000. ഇതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്ക് 2 lakh തന്നിട്ടുണ്ട്. അത് മൈനസ് ചെയ്യുമ്പോൾ 5,20,000. 5,20,000. ഓക്കെ, ഇതാണ് നമ്മുടെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഡിബെഞ്ചർ തന്നിട്ടുണ്ട്. അതായത് 10% ലോങ് ടേം ഡെപ്റ്റ്. അപ്പോൾ 1,60,000 10% എന്ന് പറയുന്നത് 16,000. 60,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും. സോ 5,20,000 മൈനസ് 60,000 ഇസ് 5,04,000. ഓക്കെ, ഇനി നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് 35%. സോ ടാക്സ് at 35%, 1,76,400 മൈനസ് ചെയ്യുമ്പോൾ 3,27,600. ഇതാണ് നമ്മുടെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ലെവറേജ് കണ്ടുപിടിക്കാനുള്ള എല്ലാം കിട്ടി. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. Contribution 7,20,000 divided by EBIT 5,20,000. 1.38. അടുത്തത് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലെവറേജ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT 7,20,000 divided by 5,04,000. 1.443. Degree of financial average. Contribution, EBIT divided by EBT. എത്ര കിട്ടി? 5,20,000 divided by EBT 5,04,000. 1.03. ലെവറേജ് എല്ലാം കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഏർണിങ്സ് പെർ ഷെയർ 3 ആണെങ്കിൽ വാട്ട് ഈസ് ലൈക്ലി ടു ബി ദ ലെവൽ ഓഫ് EBIT? അതായത് നമ്മൾ സാധാരണ ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ ഏർണിങ്സ് പെർ ഷെയർ, അതായത് ഏർണിങ്സ് പെർ ഷെയർ എത്ര തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. ഏർണിങ്സ് പെർ ഷെയർ കിട്ടണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കണം? അതായത് ടോട്ടൽ ഏർണിങ്സ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് ഏർണിങ്സ് പെർ ഷെയർ, അതായത് 3. നമുക്കിവിടെ ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഷെയർസ് എത്രയാണെന്ന് പറഞ്ഞത്? അതായത് 1,20,000 ആണ് ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 12,000. 60,000 ആണ് നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് എത്ര ആവുന്നു? 12,000 ആണ്. 36,000 ആണ്. അതായത് ടോട്ടൽ ഏർണിങ്സ് നമുക്ക് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് വെച്ചിട്ട് EBIT കണ്ടുപിടിക്കണം. അതായത് സാധാരണ നമ്മൾ EBIT തരുന്ന EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. മൈനസ് എന്ത് ചെയ്യും? EBIT നമുക്ക് കിട്ടും. അതിൽ നിന്ന്
ടാക്സ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ത് ചെയ്തു, ആദ്യം കിട്ടി. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ഇപ്പോൾ എത്ര കിട്ടി, 36,000 നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് ആയതെല്ലാം ഇവിടെ പ്ലസ് ആകും. ഓക്കെ, പ്ലസ് ടാക്സ് ആകും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഏർണിങ്സ് ബിഫോർ ടാക്സ്, ഇവിടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വരും. ഓക്കെ, നമുക്കത് എത്ര വരുമെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ടാക്സ് റേറ്റ് എത്രയായിരുന്നു, 35% ആയിരുന്നു ടാക്സ് റേറ്റ്. ഓക്കെ, ഇവിടെ നോക്കുകയാണ്, ഇത് നമ്മൾ 100% എടുക്കുകയാണ്. 35% ടാക്സ് റേറ്റ് മൈനസ് ചെയ്ത് നമുക്കിവിടെ വരുന്നത് 65%-ൻ്റെ എമൗണ്ടാണ്. 100-ൻ്റെ 65%-ൻ്റെ എമൗണ്ടാണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് നമുക്ക് വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. എന്താ ഏർണിങ്സ് ബിഫോർ ടാക്സ്, ഇവിടെ നമ്മൾ എത്ര എടുത്തേ, 5,20,000 എടുത്തേ. സോറി, ഏർണിങ്സ് ബിഫോർ ടാക്സ് 5,04,000. അതിൻ്റെ 65% ആണ് 3,27,600 ആണ് നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് വന്നത്. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ഇത് വന്നത്. അപ്പോൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 65% ആണ്. നമുക്ക് 36,000 എന്ന് പറയുന്നത് 65%-ൻ്റെ ആണെങ്കിൽ നമുക്ക് 100%-ൻ്റെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൻ്റെ ബിഫോർ ടാക്സിന് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു 100% ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും. 36,000 ഡിവൈഡ് ബൈ 65% ഇൻറ്റു 100%. സെയിം തന്നെ 55,385. ഓക്കെ, ഇതാണ് നമ്മുടെ ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടിയത്. ഇപ്പോൾ ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ടാക്സിന് ആവശ്യമില്ല, കാരണം നമുക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 55,385. ഇനി ഇൻട്രസ്റ്റ് എന്താണ്, സെയിം തന്നെ. അവിടെ എത്രയായിരുന്നു ഇൻട്രസ്റ്റ് 16,000 ഇതായിരുന്നു നമ്മുടെ ഇൻട്രസ്റ്റ്. പ്ലസ് 60,000 ചെയ്യുമ്പോൾ 71,385. ഓക്കെ, so earnings before interest and tax, if the earnings per share is 3, then എത്രയാണ്, 71,385. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എന്താണ് ലെവറേജിൻ്റെ സെക്ഷൻ കഴിഞ്ഞ അടുത്തതാണ് ഡിവിഡൻറ്റ് ഡിസിഷൻസ് ആൻഡ് ഡിവിഡൻറ്റ് തിയറീസ്. ഓക്കെ, ഇതിൽ ഡിവിഡൻറ്റ് ഡിസിഷൻസിൽ നമ്മൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ഏർണിങ്സ് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഓരോ ഷെയറിന് വെച്ചിട്ട് ഏർണിങ്സ് ഇപ്പോൾ ഷെയർ ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു ഷെയറിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കാം. 10-ൽ എനിക്ക് കുറച്ച് ഡിവിഡൻറ്റ് കൊടുക്കണം. എനിക്ക് ഓൺ ചെയ്യുന്നതനുസരിച്ച് അതിന് ഡിവിഡൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു 40% ഞാൻ അതിൻ്റെ ഡിവിഡൻറ്റ് കൊടുക്കണം. അപ്പോൾ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 40% ആണ്. ഇതിനപ്പോൾ ഡിവിഡൻറ്റ് എനിക്ക് എത്ര കിട്ടും, 10-ൻ്റെ 40% 4. ബാക്കി വരുന്ന 6. ഈ 6 ഞാൻ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അതായത് ഞാനല്ല, കമ്പനി റിട്ടേൺ ചെയ്യും. ഇതാണ് റിട്ടേൺ എമൗണ്ട്. ഇനി റിട്ടേൺ റേഷ്യോ കണ്ടുപിടിക്കുക. റിട്ടേൺ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, എത്രയാണോ കിട്ടിയത് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ റേഷ്യോ, ഏർണിങ്സ് പെർ ഷെയർ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇടും, 60%. അതായത് 10 × 60% റിട്ടേൺ. ഇതാണ് റിട്ടേൺ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇപ്പോൾ കമ്പനി നമുക്കിപ്പോൾ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഡിവിഡൻറ്റ് കൊടുക്കും. ചില കേസിൽ ഡിവിഡൻറ്റ് ഒപ്റ്റിമൽ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ ഡിസിഷൻസ് എടുക്കാനുണ്ട് ഡിവിഡൻറ്റിനെ ബേസ് ചെയ്ത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് മോഡൽസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് മോഡലാണ് വാൾട്ടേഴ്സ് മോഡൽ. ഇതിനും ഇക്വേഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് മോഡൽ വാൾട്ടേഴ്സ് മോഡൽ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഇക്വേഷനാണ് D+R/K ഇൻറ്റു E - D ഡിവൈഡഡ് ബൈ K. ഇത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, D മീൻസ് ഡിവിഡൻറ്റ്, R മീൻസ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, K മീൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അടുത്തത് E മീൻസ് ഏർണിങ്സ് പെർ ഷെയർ. E - D എന്തായിരിക്കും കിട്ടുന്ന റിട്ടേൺ റേഷ്യോ, അതായത് റിട്ടേൺ എമൗണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് E - D ചെയ്തെങ്കിലാണ് ഇവിടെ വാല്യൂ കിട്ടുള്ളൂ. പക്ഷേ ഇൻ കേസ് നമുക്ക് റിട്ടേൺ എമൗണ്ട് ഡയറക്റ്റ്ലി തരാണെങ്കിൽ E - Dയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്തും, ആ റിട്ടേൺ എമൗണ്ട് ചെയ്തും. ഓക്കെ, ഇതാണ് നമ്മുടെ വോൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത്. വോൾട്ടേഴ്സ് മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കും, കറൻറ്റ് മാർക്കറ്റ് പെർ ഷെയർ P = D+R/K ഇൻറ്റു E - D ബൈ
കെ. ഇത് വോൾട്ടേഴ്സ് മോഡൽ. ഇനി അടുത്തൊരു മോഡലാണ് ഗോർഡൻസ് മോഡൽ. ഓരോ മോഡൽ വെച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, മാർക്കറ്റ് പെർ ഷെയർ എത്രയാണ്, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് D/KE - G. D ഡിവിഡൻഡ് തന്നെയാണ്. KE മീൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇക്വിറ്റി. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനായിട്ട് 4 മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് KE കണ്ടുപിടിക്കാനായിട്ട് വരുന്ന സമയത്ത് ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആ മെത്തേഡ് വെച്ച് ചെയ്യാം. ഇനി G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് B/R ആണ്. B റിട്ടൻഷൻ റേഷ്യോ, അതായത് നമ്മളിവിടെ കണ്ടുപിടിച്ച റിട്ടൻഷൻ റേഷ്യോ. R റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇതാണ് ഗോർഡൻസ് മോഡൽ. ഇനി അടുത്ത വേറൊരു മോഡലും കൂടെ ഉണ്ട്, മില്ലർ ആൻഡ് മോഡിഗ്ലാനി മോഡൽ, MM മോഡൽ. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = P1 + D1/1 + K. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതിൽ P എന്ന് പറയുന്നത് പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഇനി D1 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്. ഈ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദി പീരീഡ്. K മീൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഈ 3 മോഡൽ അറിഞ്ഞിരിക്കണം, മെയിനായിട്ട് വോൾട്ടേഴ്സ് മോഡൽ. പിന്നെ എല്ലാ മോഡലും അറിഞ്ഞിരിക്കണം, കാരണം എന്താണ് MCQ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് മോഡൽ വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ മോഡലും അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഇക്വേഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് ഈ വോൾട്ടേഴ്സ് മോഡലിൽ നിന്നാണ്. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ Avanti Corporation. ഏർണിങ്സ് പെർ ഷെയർ, റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റേറ്റ് ഓഫ് റിട്ടേൺ ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റേറ്റ് ഓഫ് റിട്ടേൺ ബൈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ വരും, ഇതിൽ ഏതാണ് R ഏതാണ് K എന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ എപ്പോഴും എന്താണ് R. അതുപോലെ എത്ര ക്യാപിറ്റൽ എംപ്ലോയിഡ് അതിൻ്റെ റിട്ടേൺ വരാണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അതും എന്ത് തന്നെയാണ്, R തന്നെയാണ്. റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അതാണ് നമ്മൾ 60%. അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ റേറ്റ്, അതൊക്കെ നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ അത് KE ആയിരിക്കും. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഷുഡ് ബി ദ അപ്രോക്സിമേറ്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോസ് ആസ് ടു കീപ് ദ ഷെയർ പ്രൈസ് അറ്റ് 45 ബൈ യൂസിങ് വാൾട്ടർ മോഡൽ. വാൾട്ടർ മോഡലിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 44 ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ അറിയണം, ഡിവിഡൻഡ് എന്താണെന്ന് അറിയണം, ഏർണിങ്സ് പെർ ഷെയർ എത്താന്ന് അറിയണം. സോ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ × 100 നമുക്ക് എന്ത് കിട്ടും, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കിട്ടും. സോ നമുക്ക് വോൾട്ടേഴ്സ് മോഡലിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇട്ട് കൊടുക്കുക, ഇനി എന്ത് കിട്ടും നോക്കാം. ഓക്കെ, വോൾട്ടേഴ്സ് മോഡലിൻ്റെ ഇക്വേഷൻ എന്താണ്, P = D + R/K × E - D/K. ഇതിൽ നമുക്ക് P തന്നിട്ടുണ്ട്, എത്രയാണ് 44. അതുപോലെ ഏർണിങ്സ് പെർ ഷെയർ തന്നിട്ടുണ്ട് 6. ദെൻ ഡിവിഡൻഡ് തന്നിട്ടില്ല. ഇനി നമുക്ക് R തന്നിട്ടുണ്ട്. R എത്രയാണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 20%. ദെൻ K തന്നിട്ടുണ്ട് 16%. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിവിഡൻഡ് കണ്ടുപിടിക്കാം. 44 = D എത്രയാണ് തന്നിട്ടില്ല. സോ R എത്രയാണ് 20% ഡിവൈഡഡ് ബൈ 0.16 × E 6 പെർ ഷെയർ മൈനസ് D ഡിവൈഡഡ് ബൈ K 0.16. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും, 44 × 0.16 7.04 = D + 0.2 ഡിവൈഡഡ് ബൈ 0.16 1.25 × 6 - D 7.5 - 1.25 D.
ഡീനെ നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് ബാക്കി ഇതിനെ നമുക്ക് അപ്പുറേക്കും ഉണ്ടാവാം. 7.04 മൈനസ് 7.5 ഈക്വൽ ടു ഡി മൈനസ് 1.25 ഡി. എത്ര കിട്ടും? 0.4 മൈനസ് 7.5 0.46 ഈക്വൽ ടു മൈനസ് 0.25 ഡി. മൈനസ് മൈനസും ക്യാൻസലായി. സോ ഡി എത്ര വരും? 1.84 വന്നു. ഓക്കെ, ഡിവിഡൻറ്റ് നമുക്ക് കിട്ടിയില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ഈക്വൽ ടു ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ്, ഡിവിഡൻറ്റ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ഇൻറ്റു 100. ഡിവിഡൻറ്റ് 1.84 ഡിവൈഡഡ് ബൈ ഏർണിങ്സ് 6 ഇൻറ്റു 100 എത്ര വരും? 30.66%. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹിൽസൺ ലിമിറ്റഡ് വാസ് സ്റ്റാർട്ടഡ് എ ഇയർ ബാക്ക് വിത്ത് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് 40 lakh. The other details are as under. Earnings of the company 4 lakh. Price earning ratio, dividend paid, number of shares. Find the current market price of the share. Find whether the company's dividend payout ratio is optimal using Walters model. ഓക്കെ, ഇവിടെ നമുക്ക് അതായത് വേറൊരു കാര്യമുണ്ട് പറയാൻ മറന്നുപോയി. അതായത് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കീ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കീ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷനാണ് 1/, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഓക്കെ, 1/, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രൈസ് ഏർണിംഗ് റേഷ്യോ 12.5 തന്നിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കീ കാൽക്കുലേറ്റ് ചെയ്യാനായി. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഒപ്റ്റിമൽ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വെദർ കമ്പനീസ് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ഒപ്റ്റിമൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ കീ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ദാൻ കീ ഈക്വൽ 3 കേസ് വരും. 3 കേസ് വരുന്ന സമയത്തും നമ്മുടെ സൊല്യൂഷൻ, അതായത് ഡിവിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത്, ഇപ്പോൾ റിട്ടേൺ എത്രയാണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഒരു 20 എന്ന് വിചാരിക്കാം. എക്സ്പെക്റ്റ് ചെയ്ത റിട്ടേൺ എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് നമുക്ക് റിട്ടേൺ, നമ്മൾ ഉദ്ദേശിച്ചതിലും നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. അതായത് കമ്പനി എന്താണ് ഗുഡ് പൊസിഷനിലാണ്. സോ അവിടെ ഡിവിഡൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡിവിഡൻറ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതേസമയം റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 5 ആണ്. കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 10 ആണ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 10, പക്ഷേ അതിനേലും കുറവാണ് കമ്പനി നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത്. അപ്പോൾ അവിടെ എന്താണ് കമ്പനി ഗുഡ് പൊസിഷനിലല്ല. അപ്പോൾ അവിടെ വരുന്ന ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ 100% പേ ചെയ്യണം. ഇവിടെ 6 ഈക്വൽ ടു കെ വരുന്ന സമയത്ത് ഇൻഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിൽ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് യൂസ് ചെയ്തിട്ടാണ്? വാൾട്ടേഴ്സ് മോഡൽ യൂസ് ചെയ്തിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാൾട്ടേഴ്സ് മോഡൽ P ഈക്വൽ ടു ഡി പ്ലസ് ആർ ബൈ കെ ഇൻറ്റു ഇ മൈനസ് ഡി ബൈ കെ. നമുക്കിവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഏർണിങ്സ് ഓഫ് ദ കമ്പനി തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കണം. ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4 lakh ഡിവൈഡ് ബൈ 40,000. പെർ ഷെയറിന് എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ 4 lakh ഡിവൈഡ് ബൈ 40,000 10 പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ എത്രയാണ്? 10. ഡിവിഡൻറ്റ് എത്രയാണ് പേ ചെയ്യുന്നത്? 3,20,000 ഡിവിഡൻറ്റ് പേ ചെയ്യുന്നത്. ഡിവൈഡ് ബൈ 40,000 ഷെയർസിന് 8. ഓക്കെ, അപ്പം നമുക്ക് ഇയും കിട്ടി ഡിയും കിട്ടി. ഇനി അടുത്തത് റേറ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഇല്ല, നമുക്കിവിടെ കെ ഇ കണ്ടുപിടിക്കാനായിട്ട് പ്രൈസ് ഏർണിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കെ ഇ കണ്ടുപിടിക്കാം. അതായത് 1/, പ്രൈസ് ഏർണിംഗ് റേഷ്യോ എത്ര വരും? 1/12.5 എന്ന് പറയുന്നത് 0.08, അതായത് 8%. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ R കണ്ടുപിടിക്കണം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം.
അതായത് 40 ലാക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 ലാക്കാണ് എൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ. 40 ലാക്ക് ഇക്വിറ്റി ക്യാപിറ്റലിൽ നിന്ന് ഞാൻ എത്രയാണ് ഏൺ ചെയ്യുന്നത്? 4 ലാക്കാണ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത് അതായത് 4 ലാക്ക് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് ഡിവൈഡഡ് ബൈ 40 ലാക്ക് ക്യാപിറ്റലിൽ. അതാണ് എൻ്റെ അവിടുത്തെ എന്ത് വരുന്നത് റേറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ 4 ലാക്ക് ഡിവൈഡ് ബൈ 40 ലാക്ക് എത്ര വരും? 10%. ഓക്കെ, ഇപ്പം എല്ലാം അതിൽ നോക്കി എല്ലാം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ബൈ യൂസിങ് വോൾട്ടർ മോഡൽ. D8 പ്ലസ് R 10% ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു ഏർണിങ്സ് 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ 0.08. സോ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 0.1 ഡിവൈഡ് ബൈ 0.08 ഇൻറ്റു 10 divided by 0.08 2. So 8 plus 2.5 divided by 0.08. $131.25 മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരുന്നത്? കമ്പനീൻ്റെ DP റേഷ്യോ അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഒപ്റ്റിമൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ. അതായത് നമ്മൾ ആദ്യം റേറ്റ് ഓഫ് ആറും കെയും നോക്കാം. സോ ആറും കെയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 10%, കെ എത്രയാണ്? 8% ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏതിനാണ്? ആറിനാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വന്ന സ്ഥിതിക്ക് അവിടെ ഡിവിഡൻഡ് എത്രയായിരിക്കും? 0 പേ ചെയ്താൽ മതി. ആ സമയത്ത് വരുന്ന നമ്മുടെ ഇത് മാർക്കറ്റ് പ്രൈസ് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെയിം യൂസ് ചെയ്യുക. പി ഈക്വൽ ടു ഡിവിഡൻഡ് നമ്മളവിടെ 0 പേ ചെയ്യുന്നത്. അപ്പോൾ 0 പ്ലസ് ആർ എത്ര വരും? 0.1 ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ 0.08. 0.1 ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.08. സോറി, ഇവിടെ 10 മൈനസ് 0 അല്ലേ വേണ്ടേ? $156.25 ആണ് എന്ത് വരേണ്ടത്? പ്രൈസ്. ഡിവിഡൻഡ് 0 ആയിരിക്കുന്ന സമയത്ത് എന്ത് വരും? 156.25 വരും. അതായത് ഇവിടെ വരുന്നത് ഒന്നും കൂടെ പറയാം. നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? കൂടുതലാണ് ഇവിടെ. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാവുന്ന സ്ഥിതിക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും? മാർക്കറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് റേറ്റ് എന്താണ്? കൂടുതൽ കിട്ടുകയാണ് നമുക്ക്. നമ്മൾ എത്രയാണോ എക്സ്പെക്ട് ചെയ്ത് അതിനേലും കൂടുതൽ കിട്ടുമ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എത്ര വരും? കൂടും. മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതേസമയം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആ സമയം ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒപ്റ്റിമം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 0 നില്ലാണ്. അപ്പോൾ നമ്മുടെ ആ സമയത്ത് വരുന്ന മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ് എത്ര? 156.25. അതായത് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സമയത്ത് ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്ത് 131.25 ആയിരുന്നു. ആ സമയം മാർക്കറ്റ് പ്രൈസ് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. അപ്പോൾ 156.25. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. BHT പ്രൊവൈഡ്സ് യു വിത്ത് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ്, ഡിബഞ്ചേഴ്സ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് പേ ചെയ്തത് തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ അണ്ടർ ഗോർഡൻസ് മോഡൽ. ഗോർഡൻസ് മോഡൽ യൂസ് ചെയ്തിട്ട് വരുന്ന മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ അണ്ടർ വാൾട്ടേഴ്സ് മോഡൽ. നമുക്കിത് എന്ത് കണ്ടുപിടിക്കണം? വാൾട്ടേഴ്സ് മോഡൽ വെച്ചിട്ട് വരുന്ന മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ കറൻറ്റ് ഡിവിഡൻഡ് പോളിസി ഓഫ് ദ കമ്പനി? അതായത് ഇഫ് നോട്ട് വാട്ട് ഷുഡ് ബി ദ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആറ് കെയും തമ്മിലുള്ള ഇത് നോക്കുക. സോ 6 ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡിവിഡൻഡ് 0 ആക്കിയിട്ട് ആ സമയത്ത് വരുന്ന നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. സോ ഇവിടെ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം നോക്കാം. ഡിവിഡൻഡ് പേ ചെയ്തേക്കുന്നത് എത്രയാണ്? 12 lakh ആണ്. അപ്പോൾ നമ്മുടെ ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിക്കുക? 100 lakh ഡിവൈഡ് ബൈ 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. ഫസ്റ്റ് തന്നെ നമ്പർ ഓഫ് ഷെയർസ്
എത്രയാണ് 100 lakh ഡിവൈഡഡ് ബൈ 50. 2 lakh ആണ് നമ്പർ ഓഫ് ഷെയർസ്. ഡിവിഡൻറ്റ് പേ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഡിവിഡൻറ്റ് പെർ ഷെയർ കണ്ടുപിടിക്കാനായിട്ട് 12 lakh ഡിവൈഡഡ് ബൈ 2 lakh എത്ര കിട്ടും? 6 പെർ ഷെയർ കിട്ടും. ഇനി അടുത്തത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എത്രയാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏതൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് എത്രയാണ്? ഡിബെഞ്ചേഴ്സ്. ടോട്ടൽ ക്യാപിറ്റൽ 200 lakh ടോട്ടൽ ക്യാപിറ്റൽ. അതായത് എങ്ങനെയാണ്? 100 lakh ഓഫ് ഇക്വിറ്റി, 50 lakh ഓഫ് പ്രിഫറൻസ്, 50 lakh ഓഫ് ഡിബെഞ്ചേഴ്സ്. ഇനി അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അതെത്രയാണെന്ന് തന്നിരിക്കുന്നത്? 18.75%. സോ 200 lakhൻ്റെ 18.75% 37,50,000. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 37,50,000 ആണ് കിട്ടി. ഓക്കെ, ഇനി അതെങ്ങനെ കിട്ടിയത്? 200 lakh ഇൻറ്റു 18.75%. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. സോ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർണിങ്സ് കിട്ടും. അതായത് നമുക്ക് എന്താ കണ്ടുപിടിക്കാം? നമുക്ക് ഡിവിഡൻറ്റ് പെർ ഷെയർ തന്നിട്ടുണ്ട്, നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ തന്നിട്ടില്ല. പിന്നെ ആകെ തന്നിരിക്കുന്നത് ഗോർഡൻസ് മോഡൽ പ്രകാരം വരുന്ന മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ വരുന്ന ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് പെർ ഷെയർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് എത്ര വരും? 10% ഓഫ് 50 lakh 5 lakh ഇൻട്രസ്റ്റ്. സോ EBT 32,50,000. ഇനി അടുത്തത് ടാക്സ് മൈനസ് ചെയ്യാം അറ്റ് റേറ്റ് ഓഫ് 20%, 6,50,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. $26 lakh. ഓക്കെ, ഇനി നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് 26 lakh എന്ന് കിട്ടി. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡിവിഡൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പേ ചെയ്യണം. സോ അതെല്ലാം മൈനസ് ചെയ്ത് വരുന്ന ഏർണിങ്സ് ആണ് നമ്മുടെ ടോട്ടൽ. അത് ഡിവൈഡഡ് ബൈ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഏർണിങ്സ് പെർ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് എത്രയാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തരുന്ന കേസിൽ നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ 50 lakhൻ്റെ 12% ആണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. അതായത് 6 lakh പ്രിഫറൻസ് ഡിവിഡൻറ്റ് വരുന്ന സമയത്ത് ഏർണിങ്സ് ആഫ്റ്റർ പ്രിഫറൻസ് ഡിവിഡൻറ്റ് 20 lakh വന്നു. ഇനി അതിൽ നിന്ന് നമ്മൾ ഇക്വിറ്റി ഡിവിഡൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റി ഡിവിഡൻറ്റ് എത്ര പേ ചെയ്തത്? 12 lakh. 8 lakh ആണ് ഏർണിങ്സ്. ഏർണിങ്സ് ആഫ്റ്റർ പെയ്ഡ് ഇക്വിറ്റി ഡിവിഡൻറ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താ 8 lakh ഡിവൈഡഡ് ബൈ 2 lakh ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ പ്രിഫറൻസ് ഡിവിഡൻറ്റ് കിട്ടി. അതായത് ഇതാണ് നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മളെന്താണ് ഡിവിഡൻറ്റ് പേ ചെയ്തത്? എത്രയാണ്? 12 lakh ആണ് ഡിവിഡൻറ്റ് പേ ചെയ്തത്. ഏർണിങ്സ് ഡിവിഡൻറ്റ് 12 lakh ഡിവൈഡഡ് ബൈ ഓക്കെ, നമുക്ക് എത്ര കിട്ടും? 20 lakh മൈനസ് 12 lakh 8 lakh കിട്ടും. ഇതാണ് നമ്മുടെ എന്ത്? റിട്ടേണിങ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം ഇവിടെ എന്താണ് ഏർണിങ്സ്, ടോട്ടൽ ഏർണിംഗ് നമുക്ക് കിട്ടിയത്. ടോട്ടൽ ഏർണിംഗ് നമുക്ക് ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. എവിടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 2 lakh. 20 lakh ഡിവൈഡഡ് ബൈ 2 lakh 10. ഡിവിഡൻറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയായിരുന്നു? 6 ഡിവൈഡഡ് ബൈ 4. നമുക്ക് എന്ത് കിട്ടി? റിട്ടേൺ റേഷ്യോ, റിട്ടേൺ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്കിനി വോൾട്ടേഴ്സ് മോഡലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ഒക്കെ ഇക്വിറ്റി ഷെയർ ഉണ്ട്. വോൾട്ടേഴ്സ് മോഡൽ കണ്ടുപിടിക്കണം. അപ്പോൾ യൂസിങ് വോൾട്ടേഴ്സ് മോഡൽ P = D+.
R/K ഇൻറ്റു E മൈനസ് D ബൈ K. ഇവിടെ നമുക്ക് D തന്നു എത്രയാണ് 6 പ്ലസ് R എത്രയാണ് ആറാണ് 18.75%, അതായത് 0.1875 ഇൻറ്റു കെ നമുക്ക് കിട്ടിയിട്ടില്ല. കെ കിട്ടിയിട്ടില്ല. ഏർണിങ്സ് എത്രയാണ് 10 മൈനസ് 6 ഡിവൈഡ് ബൈ കെ. ഓക്കെ, അപ്പോൾ കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? ഇവിടെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തിയറിറ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ അണ്ടർ ഗോർഡൻസ് മോഡൽ പ്രകാരം നമുക്ക് പി കിട്ടിയിട്ടുണ്ട്. ബൈ യൂസിങ് ഗോർഡൻസ് മോഡൽ പി ഈക്വൽ ടു എത്രയാണ്? ഗോർഡൻസ് മോഡലിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡി ബൈ കെ ഇ മൈനസ് ജി. ഓക്കെ, ഇവിടെ നമുക്ക് ഡി അറിയാം, പി അറിയാം, കെ അറിയാൻ പാടില്ല. കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ പി എത്രയാണ്? പി എത്രയാണ് തന്നിരിക്കുന്നത്? 300. ഡിവിഡൻറ്റ് 6 ബൈ കെ ഇ മൈനസ് ജി. ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻ പറഞ്ഞായിരുന്നു ബി ഇൻറ്റു ആർ, അതായത് റിട്ടൻഷൻ റേഷ്യോ ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടൻഷൻ റേഷ്യോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ നമുക്ക് റിട്ടേൺ എമൗണ്ട് എത്ര കിട്ടി? 4 കിട്ടി. റിട്ടൻഷൻ റേഷ്യോ എങ്ങനെ കിട്ടും? 4 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. 40% is the retention ratio. So G equal to 40% into 18.75%. Okay, നമുക്ക് എത്ര കിട്ടും? 0.4 into 0.1875 100, 7.5%. അതാണ് നമ്മുടെ ഗ്രോത്ത് റേറ്റ്. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.75. സോ അതിൽ നിന്ന് നമുക്ക് കെ കാൽക്കുലേറ്റ് ചെയ്യാം. 300 into KE minus 0.075 equal to 6. 300 KE equal minus 300 into 0.075, 22.5 equal to 6. K equal to 6 plus 28.5. K equal to 28.5 divided by 300 is 9.5%. Okay, K കിട്ടി. ഇനി നമുക്കതെന്താ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.095. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 0.1875 divided by 0.095 into 4 plus 6 divided by 0.095, 146.2. ഇതാണ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ യൂസിങ് വാൾട്ടേഴ്സ് മോഡൽ. ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ കറൻറ്റ് ഡിവിഡൻഡ് പോളിസി ഓഫ് ദ കമ്പനി? ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ആറും കെയും തമ്മിൽ നോക്കാം. ഇവിടെ ആറ് എത്രയാണ്? 18.75%, കെ 9.5%. ഓക്കെ, ഇതിലേത് ഏറ്റവും ഗ്രേറ്റർ ഏതാണ്? ആറ് ഗ്രേറ്റർ ആകുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഡിവിഡൻറ്റ് 0 ആയിരിക്കും. ആ സമയത്ത് വരുന്ന പ്രൈസ് യൂസിങ് വാൾട്ടേഴ്സ് മോഡൽ എന്തായിരിക്കും? ഡിവിഡൻറ്റ് 0 പ്ലസ് 0.1875 divided by 0.095 into 10. ഡിവിഡൻറ്റ് പേ ചെയ്യുന്നില്ല. സോ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 0.095. എത്രയാണെന്ന് നോക്കാം. $207.7 per ഷെയറിന്. ഓക്കെ, സോ ഇതാണ് എന്ത് ഡിവിഡൻഡ് ഡിസിഷൻസ്. സോ ഇതോടുകൂടി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ലാസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ്.